അസ്സലാമു അലൈക്കും. മാന്യ പ്രേക്ഷകർക്ക് അറബി പഠന ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ 2 ദിവസമായിക്കൊണ്ട് ഓഫീസുകളിൽ ചെന്നാൽ സംസാരിക്കേണ്ട സെൻറ്റൻസുകളാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ആ സെൻറ്റൻസുകളിൽ കുറേ കാര്യങ്ങൾ നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നു. അതിൻ്റെ കണ്ടിന്യൂഷനാണ് ഇന്നും ഉള്ളത്. അറബി അത്യാവശ്യം കാര്യങ്ങൾ മനസ്സിലാക്കാൻ ഈ ക്ലാസ്സുകൾ ഉപകാരപ്പെടും. കാരണം ഒരു ഓഫീസിൽ പോയി കഴിഞ്ഞാൽ നമ്മൾ എന്താണ് പറയുന്നത് അല്ലെങ്കിൽ അവരെന്താണ് ഇങ്ങോട്ട് പറയുന്നത് എന്നുള്ളത് മനസ്സിലാക്കാൻ പെട്ടെന്ന് കഴിയും. അപ്പോൾ നമ്മൾ ഇന്നലെ തുടങ്ങി വെച്ചത് നമ്മളൊരു ഓഫീസിലേക്ക് ഫോൺ ചെയ്യുകയാണെങ്കിൽ എങ്ങനെ സംസാരം തുടങ്ങാം എന്നുള്ളതാണ്. അപ്പോൾ സാധാരണ ഫോൺ എടുത്തു കഴിഞ്ഞാൽ ഹലോ എന്ന് പറയും. അപ്പോൾ അറബിയിലും അങ്ങനെ തന്നെ ഹലോ എന്നാണ് പറയാറുള്ളത്. പിന്നെ അടുത്തത് നമ്മൾ മുമ്പ് പഠിച്ചതുപോലെ വിഷിംഗ് ആണ്. വിഷിംഗ് ആണെങ്കിൽ സബാഹുൽ ഖൈർ എന്ന് പറയാം, അല്ലെങ്കിൽ അസ്സലാമു അലൈക്കും എന്ന് പറയാം. ഓക്കെ, അത് കഴിഞ്ഞ ഉടനെ നമ്മൾ വിഷയത്തിലേക്ക് കിടക്കും. പക്ഷേ അതിലും നല്ലത് സാധാരണ നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്നതും അറബികൾ സൂക്ഷിക്കുന്നതുമായ ഒരു കാര്യം എന്ന് വെച്ചാൽ ഉടനെ സലാം പറഞ്ഞ് മടക്കി കഴിഞ്ഞാൽ പിന്നെ അടുത്ത് ചോദിക്കേണ്ടത് ഹൗ ആർ യു എന്നുള്ള, കൈഫൽ ഹാൽ എന്നാണ്. കൈഫ് ഹാലക്കുന്നോ അല്ലെങ്കിൽ കൈഫൽ ഹാൽ എന്ന് പറഞ്ഞ് തുടങ്ങുകയാണ് നല്ലത്. നമ്മൾ പെട്ടെന്ന് തന്നെ വിഷയത്തിലേക്ക് പോകുമ്പോൾ അതൊരു എന്താ പറയുക, വിഷയത്തിനൊരു അറബികളുടെ സംസ്കാരവുമായി കൊണ്ട് അതിന് ചെറിയൊരു പ്രശ്നമുണ്ട്. കാരണം അവർ സാധാരണ ഒരാളെ കണ്ടുമുട്ടിയാൽ ഒരു 5 മിനിറ്റെങ്കിലും വിവരങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കും. കൈഫൽ ഹാൽ, വീട്ടിലെ വർത്താനം, അതുപോലെ തന്നെ ജോലി, അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളും അത് കണ്ടിട്ടുണ്ടാകും. അറബികളുടെ സംസാരം തുടങ്ങിക്കഴിഞ്ഞാൽ ഒരു 3-4 മിനിറ്റ് വെറും വിഷിങ്ങിന് ഉപയോഗിക്കും, ചുരുങ്ങിയത്. അത് കുറേ കാര്യങ്ങൾ ചോദിക്കും. അപ്പോൾ അതേപോലെ തന്നെ നമ്മൾ അറബികളുടെ സംസാരം തുടങ്ങുമ്പോൾ, സ്കൂളിലേക്ക് തുടങ്ങുമ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്യേണ്ടത് സലാം പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഒരു കൈഫൽ ഹാൽ എന്നുള്ള, അല്ലെങ്കിൽ ഹൗ ആർ യു എന്നുള്ളത് കൈഫ് ഹാലക്കെന്നോ അല്ലെങ്കിൽ എന്നുള്ള തുടങ്ങിയിട്ടുള്ള ഉപയോഗങ്ങൾ തുടങ്ങിയിട്ട് സംസാരിക്കലാണ് നല്ലത്. അപ്പോഴായിരിക്കും കൂടുതൽ നമ്മൾ ആ വിഷയത്തിലേക്ക് കടന്നു വരിക. അപ്പോൾ നമ്മൾ അങ്ങനെ സംസാരിച്ച് കഴിഞ്ഞാൽ ഒരാളെ ചോദിക്കും. ചിലപ്പോൾ നമുക്ക് ഒരു ഓഫീസിലുള്ള ഒരു എംപ്ലോയിയാണ് വേണ്ടത്. ഇപ്പോൾ ഉദാഹരണത്തിന് രാജു എന്നാണ് പറയുന്നതെങ്കിൽ, ഓക്കെ, രാജു മൗജൂദ് എന്ന് ചോദിക്കും. രാജു മൗജൂദ് എന്ന് ചോദിക്കാം, രാജു ഉണ്ടോ എന്ന് ചോദിക്കാം. അല്ലെങ്കിൽ മുൻകിൻ കല്യം രാജു എന്ന് പറയാം. കാൻ ഐ സ്പീക്ക് ടു രാജു എന്നും സംസാരിക്കാം. അത് വേണമെങ്കിൽ നമുക്ക് എഴുതി വെക്കാം. ഒന്നുകൂടി എഴുതി വെക്കാം. ചിലപ്പോൾ പ്രേക്ഷകർ അവിടെ നിന്ന് തുടങ്ങാം. കല്യം രാജു. കാൻ ഐ സ്പീക്ക് ടു രാജു, രാജുവിനോട് സംസാരിക്കാൻ പറ്റുമോ എന്നുള്ളതാണ് എൻ്റെ ചോദ്യം. കാൻ ഐ സ്പീക്ക് ടു രാജുവിനോട് സംസാരിക്കാൻ പറ്റുമോ എന്നുള്ള മുഖ്യനിക്കല്യം രാജു എന്ന് പറയും. അപ്പോൾ അവിടെ നിന്ന് ലഹള എന്ന് പറയും, 1 മിനിറ്റ് എന്ന് പറയും. അപ്പോൾ ഒരു 1 മിനിറ്റിന് ലഹള, സെക്കൻഡാണ് സത്യത്തിൽ, 1 സെക്കൻഡ് എന്നുള്ളതാണ് ലഹള. ലഹള എന്ന് പറഞ്ഞെങ്കിൽ ലഹള അല്ല, നമ്മളെ മലയാളത്തിൽ പറയുമ്പോൾ ലഹളയാകും. പക്ഷേ ലഹള എന്നാണ് എൻ്റെ അർത്ഥം. ഒരു സെക്കൻഡ് അതെ, ഉച്ചാരണം ലഹള എന്നാണ് അത്. അപ്പോൾ ഒരു സെക്കൻഡ് എന്നുള്ള പ്രയോഗം സെക്കൻഡ് എന്ന് കൊടുക്കാം എന്നൊക്കെ പറയുന്നത്. അതെ, വെയിറ്റ് എന്നുള്ള പറയുന്ന, അല്ലെങ്കിൽ ഒരു മിനിറ്റ് എന്ന് പറഞ്ഞിട്ട് ട്രാൻസ്ഫർ ചെയ്യും. അപ്പോൾ ഒന്നുകിൽ നമുക്ക് 2 റിപ്ലൈ കിട്ടാം. അപ്പോൾ ആ 2 റിപ്ലൈയും എങ്ങനെ നമ്മൾ ഹാൻഡിൽ ചെയ്യുമെന്നുള്ളതാണ്. ചിലപ്പോൾ പറയും മാ മൗജൂദ് എന്ന് പറയും, നമ്മൾ ഇന്നലെ പഠിച്ചു. ഇല്ല എന്ന് പറയും. ഓക്കെ, അല്ലെങ്കിൽ മാ യറുദ് എന്ന് പറയും. ഒന്നുകിൽ അപ്പോൾ ആൻസർ ചെയ്യുന്നില്ലെങ്കിൽ മാ യറുദ്.
മായറുദ് എന്ന് റദ്ദ ഇറുദ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റിപ്ലൈ ചെയ്യുക എന്നുള്ളതാണ്. ഈസ് നോട്ട് ആൻസറിങ് എന്ന് പറയും. പിന്നെ അദ്ദേഹം സംസാരിക്കുന്നില്ല. അല്ലെങ്കിൽ മായറുദ്, അല്ലെങ്കിൽ അദ്ദേഹം പിന്നെ ആൻസർ ചെയ്യുന്നില്ല ചിലപ്പോൾ. അല്ലെങ്കിൽ പിന്നെ പിന്നീട് രണ്ടാമത് ഒരു ഓപ്ഷനുള്ളത് അല്ലെങ്കിൽ പറയും ഖത്ത് മഷ്ഗൂൽ എന്ന് പറയും. എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലൈൻ ബിസി എന്ന് പറയും. ഖത്ത് മഷ്ഗൂൽ, മഷ്ഗൂൽ, ഖത്ത് താമായി മഷ്ഗൂൽ, ഖത്ത് മഷ്ഗൂൽ, ഗദ എന്നുള്ള മഷ്ഗൂൽ. ഖത്ത് മഷ്ഗൂൽ, മഷ്ഗൂൽ എന്ന് പറഞ്ഞെങ്കിൽ ബിസി. ലൈൻ ബിസിയാണ് അല്ലെങ്കിൽ തിരക്കിലാണ് എന്നുള്ളത്. അപ്പോൾ രണ്ട് പിന്നെ ആൻസർ കിട്ടാം. ഓക്കെ, ഒന്നുകിൽ ആൻസർ ചെയ്യാം, അല്ലെങ്കിൽ ആൻസർ ചെയ്തിട്ടില്ലെങ്കിൽ ഇത്തരം റിപ്ലൈ നമുക്ക് കിട്ടാം. ഒന്ന് പിന്നെ വിളിച്ച ഉടനെ തന്നെ ലഹദ എന്ന് പറയും, ഒരു സെക്കൻഡ് എന്നുകൊണ്ട് പിന്നെ അവിടേക്ക് ലൈൻ പാസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ കിട്ടാവുന്ന ഉത്തരം ഓക്കെ ഒന്നുകിൽ മായറുദ് എന്ന് പറയും. ഓക്കെ, അല്ലെങ്കിൽ മഷ്ഗൂൽ എന്ന് പറയും. മഷ്ഗൂൽ. ഓക്കെ, ഖത്ത് മഷ്ഗൂൽ. ഖത്ത് എന്ന് പറഞ്ഞെങ്കിൽ ലൈൻ, ഖത്ത് എന്ന് പറഞ്ഞെങ്കിൽ ലൈൻ, ഖത്ത് ടെലിഫോൺ എന്ന് പറഞ്ഞെങ്കിൽ ടെലിഫോൺ ലൈൻ എന്നുള്ള അർത്ഥം. ഖത്ത് മഷ്ഗൂൽ എന്ന് പറയും. ഓക്കെ, അപ്പോൾ പിന്നെ എന്നിട്ട് പിന്നെ ചിലപ്പോൾ പറയും ഇത്തസിൽ ബാദൈൻ, ഇത്തസിൽ ബാദൈൻ, കോൾ ആഫ്റ്റർ. ഇത്തസിൽ ബാദൈൻ, ഇത്തസിൽ ഇത്തസിൽ ബാദൈൻ. ബാദൈൻ നമ്മൾ പഠിച്ചതാണ് മുമ്പ്. ബാദൈൻ ഉണ്ടാകുന്ന ശേഷം പിന്നീട്, പിന്നീട് വിളിക്കാൻ പറയും അല്ലേ? പിന്നീട് വിളിക്കൂ എന്ന് പറയും. ഇത്തസിൽ ബാദൈൻ. ഓക്കെ, അല്ലെങ്കിൽ ഇത്തസിൽ ബാദ സാ, അല്ലെങ്കിൽ ബാദ ഖംസ ദഖായിഖ്. ബാദ സാ എന്ന് പറഞ്ഞാൽ ആഫ്റ്റർ 1 hour. ഇത്തസിൽ ബാദ സാ, സാ ഒരു മണിക്കൂർ കഴിഞ്ഞു. ഒരു മണിക്കൂർ. സാ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മണിക്കൂർ. ടൈമിനും സാ എന്നാണ് പറയുക. ഈ സാ എന്ന പദത്തിന് രണ്ട് രൂപത്തിൽ ഉപയോഗിക്കാറുണ്ട്. സാ എന്ന് പറഞ്ഞാൽ മണിക്കൂർ എന്ന് പറയും. ഓക്കെ, അതുപോലെ തന്നെ ടൈമിന് കം സാ അലിയോം എന്ന് വെച്ചാൽ വാട്ട് ഈസ് ദ ടൈം നൗ എന്നാണ്. കം സാ അലിയോം എന്ന് വെച്ചാൽ. അപ്പോൾ സാ തസിൽ ബാദ സാ അലി ബാദ ഖംസ ദഖായിഖ് നമ്മൾ പഠിച്ചു. ദഖീഖ എന്ന് പറഞ്ഞാൽ സെക്കൻഡ്, സാനിയ എന്ന് പറഞ്ഞാൽ ലഹദ, ദഖീഖ എന്ന് പറഞ്ഞാൽ സെക്കൻഡ്, സാ എന്ന് പറഞ്ഞാൽ മണിക്കൂർ. അപ്പോൾ അതനുസരിച്ചിട്ട് ഏത് രൂപത്തിലാണ് പറയുന്നത് നമുക്കറിയില്ല. ഞാനൊരു നമ്മളുടെ ഒരു ഏകദേശം ഒരു അസംഷൻ വെച്ചുകൊണ്ട് പറയുകയാണ്. അപ്പോൾ ഇത്തസിൽ ബാദൈൻ എന്ന് പറയാം ഒരു പക്ഷേ. ഇത്തസിൽ ബാദ സാ എന്ന് പറയും, അല്ലെങ്കിൽ ഇത്തസിൽ ബാദ ഖംസ ദഖായിഖ് എന്നൊക്കെ പറയാം. ഖത്ത് മഷ്ഗൂൽ എന്ന് പറയും. അല്ലെങ്കിൽ നമ്മളിനി അങ്ങോട്ട് ചോദിക്കുകയാണ് മതാ അത്തസിൽ, വെൻ ഐ ക്യാൻ കോൾ, മതാ അത്തസിൽ, വെൻ ഐ ക്യാൻ കോൾ ഹിം. മത എന്ന് പറഞ്ഞാൽ വെൻ. മത അത്തസിൽ, വെൻ ഐ കോൾ. ആ, അപ്പോൾ പിന്നെ ഞാൻ പറഞ്ഞത് ഒരു ടെലിഫോൺ സംസാരം തുടങ്ങുമ്പോൾ, കോൺവെർസേഷൻ തുടങ്ങുമ്പോൾ നമുക്ക് ആദ്യമായിക്കൊണ്ട് അറിഞ്ഞിരിക്കേണ്ട, പിന്നെ ബേസിക്കായിട്ട് അറിഞ്ഞിരിക്കേണ്ട, പിന്നെ നമ്മൾ അങ്ങോട്ട് പറയേണ്ട പദങ്ങളും നമ്മൾ ഇങ്ങോട്ട് കേൾക്കാൻ സാധ്യതയുള്ള ഇത് തന്നെ ആയിക്കൊള്ളണമെന്നൊന്നും ഇല്ല. ഒരു പക്ഷേ വേറെ ഒരു മൂഡിലാണെങ്കിൽ വേറെ രൂപത്തിലായിരിക്കും സംസാരിക്കുക. പക്ഷേ ഒരു സാധാരണ നമ്മൾ കേൾക്കാവുന്ന അല്ലെങ്കിൽ പറയാവുന്ന ആൻസറുകൾ. അപ്പോൾ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കത് എന്താണെന്ന് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ മുക്കിൻ ഇപ്പോൾ നമ്മൾ തുടങ്ങുകയാണെങ്കിൽ ഹലോ അസ്സലാമു അലൈക്കും, വലൈക്കും അസ്സലാം, കൈഫൽ ഹാൽ എന്ന് ചോദിച്ചതിന് പിന്നെ നമ്മൾ ചോദിക്കുന്നു. ഇപ്പോൾ മുദീറിനാണെങ്കിൽ മാനേജറെ വേണമെങ്കിൽ മുക്കല്ലിം മുദീർ, മുക്കല്ലിം രാജു, മുക്കല്ലിം മുഹമ്മദ്. മുക്കല്ലിം എന്ന് പറഞ്ഞെങ്കിൽ സ്പീക്ക്, കാൻ ഐ സ്പീക്ക്. മുക്കിൻ എന്ന് പറഞ്ഞാൽ പറ്റുമോ, കാൻ ഐ എന്നുള്ള അർത്ഥം. അപ്പോൾ മുക്കല്ലിം എന്ന് പറഞ്ഞാൽ സംസാരിക്കുക. ഓക്കെ, അപ്പോൾ അത് ആരാണെങ്കിൽ മാനേജർ, അല്ലെങ്കിൽ മുഹാസിബ്, അക്കൗണ്ടൻ്റ്, പിന്നെ മുഹന്ദിസ്, അല്ലെങ്കിൽ പിന്നെ വ്യക്തി രാജു, കല്ലും രാജു എന്ന് ചോദിക്കുകയാണെങ്കിൽ, ഇപ്പോൾ രാജുവിനോട് സംസാരിക്കാൻ പറ്റുമോ എന്ന് ചോദിക്കുകയാണെങ്കിൽ പിന്നെ ലഹള എന്ന് പറയും. ലഹള എന്നല്ല,
ലഹ്ള എന്നാണ് അത് ഉച്ചരിക്കേണ്ടത്. മലയാളത്തിൽ അങ്ങനെ എഴുതാൻ പറ്റുകയുള്ളൂ. അത് ഉച്ചരിക്കേണ്ടത് ലഹ്ള എന്നാണ്. 1 സെക്കൻഡ്, 1 മിനിറ്റ്. അപ്പോൾ പിന്നീട് ട്രാൻസ്ഫർ ചെയ്ത് ഒന്നുകിൽ കോൾ കിട്ടും, കോൾ കിട്ടി നമ്മൾ സംസാരിക്കും. ഇല്ലെങ്കിൽ പിന്നീട് കിട്ടാവുന്ന ഉത്തരം എന്താണ് മൈറുദ് എന്ന് പറയും. എന്നുവെച്ചാൽ പിന്നെ ആൻസർ ചെയ്യുന്നില്ല, ഓക്കെ, കോൾ ആൻസർ ചെയ്യുന്നില്ല എന്ന് പറയും. അല്ലെങ്കിൽ മഷ്ഗൂൽ എന്ന് പറയും. ഖത്ത് മഷ്ഗൂൽ, തിരക്കിലാണെന്ന് പറയും. തസിൽ ബാദീൻ ഖത്ത് മഷ്ഗൂൽ എന്ന് പറയും. ഖത്ത് മഷ്ഗൂൽ, ഖത്ത് എന്ന് പറഞ്ഞെങ്കിൽ ലൈന്, ഹിസ് ലൈൻ ഈസ് ബിസി എന്ന് പറയുന്നതിന് ഖത്ത് മഷ്ഗൂൽ എന്ന് പറയും. അല്ലെങ്കിൽ തസിൽ ബാദീൻ എന്ന് പറയും. അല്ലെങ്കിൽ പിന്നീട് വിളിക്കൂ എന്ന് പറയും. അല്ലെങ്കിൽ തസിൽ ബാദ സാ എന്ന് പറയാം. ഓക്കെ, അപ്പോൾ നമ്മൾ വേണമെങ്കിൽ അല്ലെങ്കിൽ നമ്മൾ അങ്ങോട്ട് ചോദിക്കാവുന്ന വെൻ ഐ ക്യാൻ കോൾ ഹിം എന്ന് ചോദിക്കുകയാണെങ്കിൽ മത അത്തസിൽ എന്ന് പറയും. അതുപോലെ തന്നെ പിന്നെ അപ്പോൾ അതാണ് സാധാരണഗതിയിൽ ഒരു ടെലിഫോൺ കൺവെർസേഷനിൽ ഉണ്ടാകുന്നത്. ഇനി നമ്മളൊരു ഇതൊന്നുകൂടി പിന്നെ പ്രേക്ഷകർക്ക് വേണ്ടി ഒരു പ്രാവശ്യം കാണിച്ചതിന് ശേഷം നമ്മൾ ഇതിൻ്റെ അപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യുമ്പോൾ ചോദിക്കാവുന്ന കാര്യങ്ങൾ. ഇപ്പോൾ ഉദാഹരണത്തിന് പറഞ്ഞു, ഒരാൾ വിളിക്കുകയാണെങ്കിൽ ആദ്യം ഹലോ പറഞ്ഞ് പിന്നെ സലാം പറഞ്ഞ് പിന്നെ വിഷ് ചെയ്തതിന് ശേഷം ഓക്കെ മുഖ്യൻ കല്ലും ഒരാളോട് സംസാരിക്കാൻ പറ്റുമോ എന്ന് ചോദിക്കും. അപ്പോൾ ലഹ്ള 1 സെക്കൻഡ് എന്ന് ഇങ്ങോട്ട് മറുപടി കിട്ടാം. അല്ലെങ്കിൽ ഇൻതദർ വെയിറ്റ് എന്നൊക്കെ പറയാം. പക്ഷേ സാധാരണ ലഹ്ള എന്ന് പറയും. ലഹ്ള മിൻ ഫദ്ലിക് എന്നൊക്കെ പറയും. ചിലപ്പോൾ കുറച്ചുകൂടിയും പൊളൈറ്റായിട്ട് സംസാരിക്കുന്നത്. അപ്പോൾ മൈറുദ് സംസാരിക്കുന്ന, അല്ലെങ്കിൽ ഖത്ത് മഷ്ഗൂൽ, ഓക്കെ, ഖത്ത് മഷ്ഗൂൽ എന്നാണ് പറയുക ലൈൻ ബിസി ആണെങ്കിൽ. തസിൽ ബാദീൻ തസിൽ ബാസ, അല്ലെങ്കിൽ പിന്നെ നമ്മൾ അങ്ങോട്ട് ചോദിക്കുകയാണ് മത്ത അത്തസിൽ എന്ന് ചോദിക്കുകയാണെങ്കിൽ ചോദിക്കുമ്പോൾ മത്ത അത്തസിൽ എപ്പോഴാണ് ഞാൻ വിളിക്കേണ്ടത് എന്ന് ചോദിക്കും. ഇനി നമ്മളൊരു അപ്ലിക്കേഷൻ കൊടുക്കുമ്പോൾ ഉണ്ടാകുന്ന പിന്നെ സംസാരിക്കാവുന്ന കാര്യങ്ങൾ നമ്മൾ വായിച്ചിട്ട് നമുക്ക് എഴുതി തുടങ്ങാം. അത് രണ്ടും മിക്സ് ആവണം. അപ്പോൾ അപ്ലിക്കേഷന് പറയുക തൊലബ് എന്നാണ്. അപ്ലിക്കേഷൻ തൊലബ്. റിക്വസ്റ്റ് എന്നും പിന്നെ തൊലബിന് അർത്ഥമുണ്ട്. അപ്ലിക്കേഷന് സാധാരണ തൊലബ്, ഓക്കെ, തൊലബ്. അതുപോലെ തന്നെ ഫോം ഉണ്ടാവും, ഒഫീഷ്യൽ പിന്നെ ഫോമുകൾ ഉണ്ടാവും. അതിന് ഇസ്തിമാറ എന്നാണ് പറയുക. ഇസ്തിമാറ. അപ്പോൾ നമ്മൾ ഇനിയിപ്പോൾ തൊലബിൻ്റെ അപ്ലിക്കേഷൻ്റെ ഇതിൽ കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ, ഇപ്പോൾ കൻ ഐ സബ്മിറ്റ് ആപ്ലിക്കേഷൻ എന്ന് പറയണമെങ്കിൽ മുഖ്യൻ ഖദ്ദിം തൊലബ് എന്ന് പറയും. സബ്മിറ്റ് ഉള്ളതിന് ഖദ്ദിം എന്ന് പറയും. ഖദ്ദിം ഐ സബ്മിറ്റ്. ഖദ്ദിം എന്ന് പറഞ്ഞാൽ സബ്മിറ്റ്. അതിലൊരു വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ ഐ സബ്മിറ്റ് എന്ന അർത്ഥം. അപ്പോൾ എന്ന് വന്നിട്ടുണ്ടെങ്കിൽ ഉഖദ്ദിം എന്നാണെങ്കിൽ ഐ സബ്മിറ്റ് എന്ന അർത്ഥം വരും. ഉഖദ്ദിം എന്ന് പറഞ്ഞാൽ സബ്മിറ്റ്. ഖദ്ദമ യുഖദ്ദിമു എന്നാണ് ശരിക്ക്. ഉഖദ്ദിം ഐ സബ്മിറ്റ്. ഓക്കെ, അപ്പോൾ ഇപ്പോൾ നമ്മൾ ഒരു ആളോട് പറയണമെങ്കിൽ എന്തി തൊലബ്, അല്ലെങ്കിൽ എൻ്റെ അടുത്ത് അപ്ലിക്കേഷൻ, അല്ലെങ്കിൽ മുംകിൻ ക്യാൻ ഐ സബ്മിറ്റ് ആൻ അപ്ലിക്കേഷൻ എന്ന് പറയുകയാണെങ്കിൽ മുംകിൻ ഉഖദ്ദിമു തൊലബ് എന്ന് പറയാം. മുംകിൻ നമ്മൾ പറഞ്ഞു ഖാന എന്നുള്ളത്. മുംകിൻ ഉഖദ്ദിമു തൊലബ്. ഖദ്ദിം തൊലബ്. അല്ല, ആ കറക്റ്റ്. തൊലബ്. Can I submit an application? മുംകിൻ ഉഖദ്ദിമു തൊലബ് എന്ന് പറയും. അതുപോലെ പിന്നെ നമ്മൾ പറയണപ്പോൾ വേർ ഐ ഷുഡ് സബ്മിറ്റ് ദ അപ്ലിക്കേഷൻ എന്ന് സാധാരണ നമ്മൾ ചോദിക്കും. ഇപ്പോൾ ഈ അപ്ലിക്കേഷൻ കയ്യിലുണ്ടെങ്കിൽ വൈൻ ഉഖദ്ദിമു തൊലബ്. വൈൻ നമ്മൾ പഠിച്ചതാണ് വൈൻ എന്നുള്ളത്. വൈൻ എന്ന് പറഞ്ഞാൽ വേർ. വൈൻ എന്ന് പറഞ്ഞെങ്കിൽ വേർ. ഉഖദ്ദിമു തൊലബ്.
വേർ ഷുഡ് ഐ സബ്മിറ്റ് മൈ അപ്ലിക്കേഷൻ എന്നുള്ളതിനെ പറയുന്നതാണ് വൈൻ ഖദ്ദിമു തലബ്. വേർ ഐ ഷുഡ് സബ്മിറ്റ് മൈ അപ്ലിക്കേഷൻ, വൈൻ ഖദ്ദിമു തലബ്. ഇവിടെയാണ് അപ്ലിക്കേഷൻ ഞാൻ അപേക്ഷ നൽകേണ്ടത്. ഇപ്പോൾ നമ്മളൊരു അപ്ലിക്കേഷൻ കൊടുക്കുന്ന പ്രൊസീജിയറുകൾ, പ്രോസസ്സുകൾ ആണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ ഇപ്പോൾ ഒന്ന് രണ്ട് കാര്യങ്ങൾ നമ്മൾ പഠിച്ചു. അപ്ലിക്കേഷൻ പറയുക തൊലബ് എന്നാണ്. ഖദ്ദിം എന്ന് പറഞ്ഞെങ്കിൽ സബ്മിറ്റ്. ഖദ്ദിം എന്ന് പറഞ്ഞാൽ യുഖദ്ദിം എന്ന് പറഞ്ഞാൽ സബ്മിറ്റ്. ഓക്കെ. അപേക്ഷാ ഫോമിന് ഇസ്തിമാറ എന്ന് പറയും. ഇസ്തിമാറ എന്ന് പറഞ്ഞാൽ ഒഫീഷ്യൽ ഫോം, അപേക്ഷാ ഫോമത്തിന് ഇസ്തിമാറ എന്ന് പറയും. ഖദ്ദിം എന്ന് പറഞ്ഞെങ്കിൽ സബ്മിറ്റ്. യുഖദ്ദിം എന്ന് പറഞ്ഞാൽ സബ്മിറ്റ്. അത് ഉഖദ്ദിം എന്ന് പറഞ്ഞെങ്കിൽ ഐ സബ്മിറ്റ്. ഒരു ഖദ്ദിം എന്നുള്ളത് അതുപോലെ തന്നെ ഇപ്പോൾ നമ്മൾ കാൻ ഐ സബ്മിറ്റ് ആൻ അപ്ലിക്കേഷൻ എന്നുള്ളത് മുക്കിൻ ഉഖദ്ദിമു തൊലബ് എന്ന് പറയാം. മുക്കിൻ ഉഖദ്ദിമു തൊലബ്. കാൻ ഐ എന്നുള്ളത് മുംകിൻ നമ്മൾ പഠിച്ചാണ്. അപ്പോൾ ഉഖദ്ദിമു തൊലബ്. അപ്പോൾ കാൻ ഐ സബ്മിറ്റ് ആൻ അപ്ലിക്കേഷൻ എന്ന് പറയും. അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ്, നമ്മളൊരു ഓഫീസിൽ പോയി കഴിഞ്ഞാൽ എവിടെയാണ് ഞാൻ അപ്ലിക്കേഷൻ കൊടുക്കേണ്ടത് നമുക്ക് അറിയില്ല. അപ്പോൾ അതായിരിക്കും ആദ്യം ചോദിക്കുന്നത്. റിസപ്ഷനിൽ പോയിട്ട് വൈൻ ഖദ്ദിം തൊലബ് എന്ന്, എവിടെയാണ് അപ്ലിക്കേഷൻ കൊടുക്കേണ്ടതെന്ന് ചോദിക്കാൻ വൈൻ ഉഖദ്ദിമു തലബ്, എവിടെയാണ് ഞാൻ അപേക്ഷ നൽകേണ്ടത് എന്ന് ചോദിക്കാൻ വൈൻ ഉഖദ്ദിമു തലബ് എന്ന് പറയാം. അപ്പോൾ അതുമായി കൊണ്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് നമ്മൾ ഒരു അപേക്ഷയുമായി കൊണ്ട് ബന്ധപ്പെട്ട കുറേ കാര്യങ്ങൾ ഇനിയും അതിൻ്റെ കൂടെ തന്നെ നമുക്ക് പഠിക്കാനുണ്ട്. ചെറിയൊരു കൊമേഴ്ഷ്യൽ ബ്രേക്കിന് ശേഷം പെട്ടെന്ന് തിരിച്ചു വരുന്നതാണ്.